ഇന്ത്യൻ സമൂഹത്തെ വർഗീയമായി തരംതിരിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്ന് റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച സംവാദം. സ്വതന്ത്ര ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. റിയാദിലെ ബത്തഹയിൽ വെച്ചായിരുന്നു സംവാദം. വിവിധ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ, ഭരണഘടനയും സമകാലിക ഇന്ത്യയും, നിറം മാറുന്ന വിദ്യാഭ്യാസ നയം, തൊഴിലില്ലായ്മയും കുടിയേറ്റവും, പൗരത്വ വിവേചനം, സമ്പദ്ഘടനയും ദാരിദ്ര്യവും തുടങ്ങി നിരവധി വിഷയങ്ങളാണ് സംവാദത്തിന്റെ ഭാഗമായത്. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് സതീഷ് കുമാർ, സുധീർ കുമ്മിൽ, ബാരിഷ് ചെമ്പകശ്ശേരി, ഷാഫി തുവൂർ, അഡ്വക്കേറ്റ് LK അജിത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അബ്ദുൽ അസീസ്, ഇല്യാസ് പാണ്ടിക്കാട്, സലീം പള്ളിയിൽ, M സാലി എന്നിവരും ഇതിൽ ഭാഗമായി. നയവൈകല്യങ്ങളും പക്ഷപാത നിലപാടുകളും ഇന്ത്യയുടെ അതിവേഗ വളർച്ചയെ ബാധിച്ചിട്ടുണ്ടെന്നും ഓരോ പൗരനും അത് തിരിച്ചറിയണമെന്നും സംവാദത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ സമൂഹത്തെ ഹിന്ദു, മുസ്ലിം എന്ന് തരംതിരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്നും സംവാദത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. ജയൻ കൊടുങ്ങല്ലൂർ, സുലൈമാൻ ഊരകം, നാദിർ ഷാ, ഷിബു ഉസ്മാൻ തുടങ്ങിയവരും സംസാരിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.